Hi friends, welcome to my channel. Channel subscribe ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും ടേസ്റ്റിയുമായ മോരുകാച്ചി അഥവാ പുളിശ്ശേരി തയ്യാറാക്കാം. റെഗുലറായി നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കാൻ പറ്റുന്ന മോരുകറി. ഇത് കേരള സ്പെഷ്യൽ മോരുകറിയാണ്. തേങ്ങ ഒന്നും ചേർക്കാതെ വളരെ രുചികരമായി മോരുകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ചെറിയ സവാള, ഒരു കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി അല്ലി ചെറുതായി കൊത്തിയരിഞ്ഞെടുക്കുക. 3 പച്ചമുളകും കൂടി അരിഞ്ഞെടുക്കുക. മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തൈരാണ്. 1 കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. അല്പം പുളിയുള്ള തൈരാണ് ഇതിന് നല്ലത്. ഒരു വിസ്ക് ഉപയോഗിച്ച് അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചെടുക്കുക. തൈരിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് മാറ്റി വെക്കുക. അടുത്തതായി ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായ ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ പൊട്ടി വരട്ടെ. ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഓരോന്നായി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ചേർത്തിളക്കി വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്നിടം വരെ വഴറ്റുക. അധികം മൂപ്പിക്കണ്ട, ചെറുതായി വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൂടെ ചേർത്തിളക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിളക്കുന്നു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അതും കൂടെ ഇട്ട് ചേർക്കുക. ഉലുവപ്പൊടി ചേർക്കുന്നത് കൊണ്ട് മോരിന് നല്ല ടേസ്റ്റും നല്ല കൊഴുപ്പും വരും. ഇനിയും തീ ലോ ഫ്ലെയിമിലാക്കാം. ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര്, വെള്ളം ചേർത്ത തൈര് ചേർത്ത് കൊടുക്കുക. പതിയെ ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് പതിയെ ഇളക്കി കൊടുക്കുക. മോര് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടത്. മോര് തിളയ്ക്കാൻ പാടില്ല. താളിച്ചൊഴിച്ചതൊക്കെ മേളിൽ പൊങ്ങി തെളിഞ്ഞു കാണുന്നതായിരിക്കും. ചെറിയ ചൂടായിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കണം. ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പും ചേർക്കാം. ടേസ്റ്റ് ചെയ്ത് ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് അല്പം കൂടെ ചേർത്ത് കൊടുക്കുക. താളിച്ചതൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടെ ചെറുതായി ചൂടാക്കി മാറ്റി വെക്കാം. വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തെങ്കിലും അല്പം കൂടെ നേരം ഇളക്കി കൊടുക്കുക. 1-2 മിനിറ്റ് കൂടെ ഇളക്കി കൊടുക്കുക. പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇതിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ രുചികരമായതും വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ മോരുകറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചൂട് ചോറിൻ്റെ കൂടെ മോരുകറി ഒഴിച്ച് റെഗുലറായി നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ മോരുകറി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ്. താങ്ക് യു.